എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് മാക്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുവരെ ഫ്രഞ്ച് മാക്രോൺസ് തയ്യാറാക്കിയിട്ട് ശരിയാത്തവർ ഈ രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് മാക്രോൺസ് ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മെഷർ ചെയ്താണ് എടുക്കേണ്ടത്. അതായത് തൂക്കം നോക്കിയിട്ടാണ് എടുക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെയിങ് സ്കെയിലിലേക്ക് നമ്മുടെ പാത്രം വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് വേണ്ടത് ബദാം പൊടിയാണ്. ബദാം പൊടി എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ വീട്ടിലും തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് 80 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടീസ്പൂണിലും അതുപോലെ കപ്പിലുമുള്ള അളവ് ഞാൻ ലിങ്കിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. വളരെ ഫൈനായിട്ടുള്ള പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ പൊടിക്കുമ്പോൾ നമ്മൾ പൊടിച്ച് ഒരുപാടങ്ങ് ഫൈനാക്കിയാൽ അത് എണ്ണയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കുറച്ച് തരികൾ എന്തായാലും ഇതിൽ കാണും. അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഈസിലി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ബദാം പൊടി അല്ലാതെ നമുക്ക് മൈദ വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെ റെസിപ്പി ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര മെഷർ ചെയ്യാം. പഞ്ചസാര എന്ന് പറയുമ്പം ഐസിങ് ഷുഗറാണ് നമ്മൾ എടുക്കുന്നത്. 75 ഗ്രാം ഐസിങ് ഷുഗറാണ് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് എടുക്കുകയാണെങ്കിൽ മാക്രോൺസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ ഐസിങ് ഷുഗർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് കോൺഫ്ലോർ കൂടി കാണും. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാക്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണത്. അതുകൊണ്ട് ഐസിങ് ഷുഗർ തന്നെ ഇതിൽ എടുക്കുക. അതും കറക്റ്റായിട്ട് നമ്മൾ പാത്രത്തിൻ്റെ മെഷർമെൻറ്റ് ആദ്യം നോക്കിയതിന് ശേഷം നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് 75 ഗ്രാമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട വേണം. 2 മുട്ട എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 60 ഗ്രാം മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള വെയ് ചെയ്യാതെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. 2 മുട്ട നിങ്ങൾക്ക് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള വെയ് ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ 60 ഗ്രാമാണ് മുട്ടയുടെ വെള്ള ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ മുട്ടയുടെ വെള്ള എന്ന് പറയുമ്പോൾ മീഡിയം ടു ലാർജ് സൈസിലുള്ള 2 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ടയും ഇതുപോലെ ഒന്ന് എടുക്കാം. അതുപോലെ തന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം ഇതുണ്ടാക്കുന്നതിന് മുൻപായിട്ട്. കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഈ മുട്ടയുടെ വെള്ള 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് പുറത്തെടുത്ത് വെച്ച് നോർമലാക്കിയിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും എന്നാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം കൂടി ഒന്ന് മെഷർ ചെയ്യാം. മുട്ടയുടെ വെള്ള 60 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് മാക്രോൺ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയ റെസിപ്പി അത്യാവശ്യം നന്നായിട്ടേ വന്നിട്ടുള്ളൂ. അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന രീതി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് ഇത് വരുന്നതാണ്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര വേണം. ഇത് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. 55 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തരിയോടുകൂടി തന്നെ വേണം ഇത്. അതും കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോൺസ് കിട്ടുന്ന എല്ലാ ടിപ്സും ട്രിക്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബദാം പൊടിയും അതുപോലെ തന്നെ ഐസിങ് ഷുഗറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അരിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മളിത് ഫുഡ് പ്രോസസ്സറിലൊന്നും ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന വലിയ കഷ്ണങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. 2 or 3 തവണ ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് റിസൾട്ട് തന്നെ നമുക്കിത് കിട്ടും. ഞാനിവിടെ 2 തവണയാണ് ഇത് അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഐസിങ് ഷുഗറിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്കിതൊന്ന് ഇടഞ്ഞെടുക്കാം. ബദാം പൊടി ഒരുപാട് ഫൈനായിട്ട് ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ തരികളായിട്ട് നമുക്കിതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിക്കരുത്. അത് ഓയിലിയായി പോവും. കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വലിയ കഷ്ണങ്ങൾ നമുക്ക് കളഞ്ഞേക്കാം. അപ്പോൾ ഇനി ഇത് വീണ്ടും ഒരു തവണ കൂടി നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാക്രോൺസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഹോളോ ആയിട്ട് വരാതിരിക്കാനും അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് സ്മൂത്തായിട്ട് കിട്ടാനും നമ്മളിങ്ങനെ അരിച്ചെടുക്കുക തന്നെ വേണം.
ഇനി നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിക്കുക. അപ്പോഴാണ് നല്ല സ്റ്റിഫായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പം ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ കളറൊന്ന് വൈറ്റ് ആകണം. അപ്പോഴാണ് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൈ സ്പീഡിലിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് ബീറ്ററാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാം, പക്ഷേ അത് ഒരുപാട് സമയം എടുക്കും. വിസ്ക് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് നന്നായിട്ട് വിസ്ക് ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഒരുപാട് സമയം എടുക്കില്ല അത് വൈറ്റാകാൻ. ചെറുതായിട്ട് വൈറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പഞ്ചസാര 3 തവണകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, 3 തവണകളായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പീക്ക് വന്നിട്ടുണ്ട്. അതായത് ആ പീക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇങ്ങനെ താഴോട്ടാണ് ഇരിക്കുന്നത്. സോഫ്റ്റ് പീക്ക് എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കളറെന്ന് പറയുമ്പം ജെൽ ഫുഡ് കളറാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ലിക്വിഡ് ഫുഡ് കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ലൂസായി പോകും. അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കളർ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു റെഡ് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 ഡ്രോപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു ഡാർക്ക് പിങ്കിലാണ് നമ്മുടെ മാക്രോൺസ് വന്നിട്ടുള്ളത്. ഇനി ഇത് 2 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം ഈ മെറിങ്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമ്മുടെ മാക്രോൺസ് കിട്ടും. അപ്പോൾ മിക്കവർക്കും മാക്രോൺസ് ഉണ്ടാക്കുമ്പോൾ ഫെയിലായി പോകുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ്സും പഞ്ചസാരയും കൂടി നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലേഡ് ഇങ്ങനെ പൊക്കുമ്പം ഇതുപോലെ മുകളിലും താഴെയും നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിപ്പോൾ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ആ ബ്ലേഡ് ഒന്നുകൂടെ കറക്കിയിട്ട് അതിലിരിക്കുന്ന ബാക്കിയുള്ള മെരിങ്ങും കൂടെ നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റിംഗ് ഒക്കെ നിർത്തിയിട്ട് നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സ്റ്റിഫായിട്ടിരിക്കുകയാണ്. പാത്രം നമ്മൾ കമത്തി വെക്കുമ്പോൾ അത് താഴേക്ക് വീഴരുത്, അതാണ് പരുവം. ഇനി ഇതിലേക്ക് നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോറും പഞ്ചസാരയും കൂടി ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കാം, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 തവണകളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലൈറ്റായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് വെള്ളം പോലെ ആകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടില്ല. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ലൈറ്റായിട്ട് തന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം മിക്സ് ചെയ്യാൻ വേണം, കാരണം ഇതിലൊട്ടും തന്നെ എയർ ബബിൾസ് ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ നമ്മൾ ഈ സ്പാറ്റുല നമ്മൾ പൊക്കുമ്പോൾ ഒരു റിബൺ പോലെ ഇതിങ്ങനെ ഫ്ലോയിങ് ആയിട്ട് വരണം, അതാണ് കറക്റ്റ് പരുവം. അപ്പോൾ നമ്മൾ മുഴുവൻ ആൽമണ്ട് ഫ്ലോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനൊരു ട്രിക്കുണ്ട്. ഈ ആൽമണ്ട് ഫ്ലോർ ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്റർ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എയർ ബബിൾസ് കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്ട്രാ ഉള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഇങ്ങനെ റിബൺ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരുപാട് ലൂസുമല്ല, കറക്റ്റ് പരുവത്തിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്ലഫി ആയിട്ടാണ്, എങ്കിൽ കൂടി ഇത് ഫ്ലോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള പരുവം. അപ്പോൾ ഒരു 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇതുപോലെ ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് നോസിലാണെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് മാക്രോൺസ് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫ്ലോ ചെയ്യുന്നൊരു പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. പൈപ്പിംഗ് ബാഗോ അല്ലാന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിൽ ഇതുപോലെ നോസിലിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പൈപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പൈപ്പ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള മാക്രോൺ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ആമസോണിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് സിലിക്കണിൻ്റെ ഷീറ്റാണ്. ഇനി നമ്മൾ ഇത് ഏറ്റവും നേരെ പിടിക്കാം, അതായത് 90 ഡിഗ്രിയിൽ തന്നെ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറാകുമ്പോഴത്തേക്ക് പ്രസ് നിർത്തിയിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. നമ്മൾ ഈ കാണുന്ന ആ മുകളിൽ കൂർത്തിരിക്കുന്ന ഭാഗം നമ്മൾ ടാപ്പ് ചെയ്യുമ്പം അത് നേരെയാകും, അത് പേടിക്കണ്ട. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട പാർട്ടെന്ന് പറയുന്നത് നമ്മളത് നന്നായിട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ബേക്കിംഗ് ട്രേ എടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ മുകളിൽ വന്ന് നിൽക്കും. അതുപോലെ തന്നെ ചിലതൊക്കെ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക.
ഇങ്ങനെ മാക്രോൺ ഷീറ്റിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ നമുക്ക് നല്ല ഷേപ്പിലും അതുപോലെ തന്നെ നമുക്കൊരു ഐഡിയയും കിട്ടും എവിടെയൊക്കെ പൈപ്പ് ചെയ്യണം എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിൽ അതായത് ബട്ടർ പേപ്പർ വിരിച്ചാൽ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അല്ലാതെയും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള എയർ ബബിൾസൊക്കെ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തിപ്പൊട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാക്രോൺസ് ആയി കഴിയുമ്പം അകത്തൊരുപാട് ഹോളോ ആയിട്ടുള്ള സ്പേസ് കാണും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കണം. അപ്പം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയൊക്കെ ചിലപ്പം ഇത് എടുക്കും. അപ്പോൾ ഹ്യൂമിഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ കേരളത്തിലെ പോലുള്ള ക്ലൈമറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട്. ഇപ്പം എനിക്കിവിടെ 1 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പം ഡ്രൈ ആയിട്ടിരിക്കണം, അതാണ്. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു തിൻ കോട്ടിങ് അതിൻ്റെ മുകളിൽ വരണം, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ടെമ്പറേച്ചറിലും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ 140 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് 2 കോയിലും ഹീറ്റാക്കി ഏറ്റവും താഴത്തെ റാക്കിലാണ് നമ്മളിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, അത് മറക്കരുത്. അപ്പോൾ ഇനി ഇത് ഉടനെ തന്നെ ഇതിൽ നിന്നും റിമൂവ് ചെയ്യരുത്, അത് ഇളകി വരില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്നും ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പേപ്പറിൽ വെച്ചതും നന്നായിട്ട് തന്നെ ബേക്ക് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് ഇളകി വരുന്നുണ്ട്. അപ്പം ബേസും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ഇതെന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഉള്ള ബേക്കിംഗ് ആണ്. 140 ഡിഗ്രിയിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് പാത്രത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അതിലിരുന്നിട്ടും കുറച്ച് നേരം അത് കുക്കാവും. അപ്പോൾ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം നമ്മൾ ചെയ്യുന്ന രീതികൾ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്രാക്ക് വീഴും, അതുപോലെ തന്നെ താഴെ നിന്ന് ഇളകി വരില്ല. അതുപോലെ ഭയങ്കര റണ്ണി ആയിട്ടുള്ള ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല റൗണ്ടായിട്ട് വരില്ല, അങ്ങ് ഫ്ലാറ്റ് ആയി പോകും നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ മാവ് മിക്സ് ചെയ്യുന്നതിലാണ്. അതുപോലെ തന്നെ നമ്മൾ എഗ് വൈറ്റ് എത്ര നല്ലതായിട്ട് ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാക്രോൺസ് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് മാക്രോൺസ് തയ്യാറാക്കി എടുക്കാം. ഇത് ഞാൻ കുറേ പരീക്ഷിച്ച് വിജയിച്ചൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതുപോലെ ഈ കറക്റ്റ് അളവിലും നിങ്ങൾ കാര്യങ്ങളെടുക്കുക. അപ്പോൾ അളവും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന രീതിയും ഒക്കെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മാക്രോൺസ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരെണ്ണം പോലും ക്രാക്ക് വീണിട്ടില്ല, എല്ലാം നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്രോൺ ഷീറ്റിലുള്ളതും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ചെറിയൊരു സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിതിൽ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. വിപ്പിംഗ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ക്രീം ചീസ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 38 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ഈ അളവിൽ. അപ്പോൾ നമ്മളൊരു ബാച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും തന്നെ കിട്ടും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കി സെയിലൊക്കെ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം മാക്രോൺസ് എന്ന് പറയുന്നത് ആൽമണ്ട് ഫ്ലോറിലാണ് തയ്യാറാക്കുന്നത്, അതാണ് റിയൽ ആയിട്ടുള്ള റെസിപ്പി. ഇതില്ലാതെ നമുക്ക് മൈദയിൽ ചെയ്തെടുക്കാം, പക്ഷേ അതിന് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐസിംഗ് ആണ് ചെയ്യുന്നത്, ബട്ടർ ക്രീം ഐസിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള കളറിൽ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ ആ പിങ്ക് മാക്രോൺസിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ ഇട്ടിട്ട് നമുക്കിത് പൈപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബ്ലൂവും ഒരു ലൈറ്റ് ഗ്രീനും ആണ് എടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ലിക്വിഡ് കളറാണ്, ബ്ലൂ എന്ന് പറയുന്നത് ജെല്ലാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം. പൈപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മാക്രോൺസ് പൈപ്പ് ചെയ്ത് അതേ നോസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള പൈപ്പിംഗ് കിട്ടും. ഞാനിവിടെ 2 ടൈപ്പിലുള്ള നോസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നോസിൽ പുതിയതായിരുന്നു, അപ്പോൾ അതെങ്ങനെ വരും എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ സ്മൂത്തായിട്ടുള്ള റൗണ്ടായിട്ടുള്ള പൈപ്പിംഗ് വെച്ചിട്ട് പൈപ്പ് ചെയ്യാം, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പൈപ്പ് ചെയ്യുന്നത് നോക്കാം.
നമുക്ക് ആ ഒരു ലൈറ്റ് ഗ്രീൻ വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കളറൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ലൈറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ മാക്രോൺസ് പൈപ്പ് ചെയ്തതിന് ശേഷം, അതായത് ഫില്ലിങ് പൈപ്പ് ചെയ്തതിന് ശേഷം ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഒക്കെ അറിയാൻ പറ്റുക. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം ഒരു മാക്രോൺ എടുത്ത് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു നോസിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ റൗണ്ടായിട്ട് അതിൻ്റെ ചുറ്റിനും പൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു മാക്രോണും കൂടെ വെച്ചതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിങ്ങനെ ഐസിങ് തന്നെ വേണം എന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐസിങ്ങും കൂടി വെക്കുമ്പോഴാണ് അതിനൊരു ഭംഗി കിട്ടുക. അതുപോലെ മാക്രോൺസ് കേക്കിലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റും. നമ്മളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഏതെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മൾ ഇന്ന് മുതലാണ് ക്രിസ്മസ് റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ അടിപൊളി റെസിപ്പീസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരിക്കലും ഫെയിലാകാത്തൊരു മാക്രോൺസ് റെസിപ്പിയാണ്. കറക്റ്റ് മെഷർമെൻറ്റും അതുപോലെ തന്നെ രീതിയും ഫോളോ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാക്രോൺസ് എത്ര ദിവസം യൂസ് ചെയ്യാം എന്നൊക്കെ കമൻറ്റുകൾ കിട്ടാറുണ്ട്. അപ്പോൾ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അതുപോലെ നമ്മൾ ഇതുപോലെ പൈപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ഐസിങ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടുക. നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഏതൊരു സാധനം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അടച്ചിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തിൻ്റെയൊക്കെ സ്മെല്ല് അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. മാക്രോൺസ് ഒക്കെ നന്നായിട്ട് സെറ്റായി, അകത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഒരു ദിവസം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇതൊന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്